തിരുവനന്തപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു 2014 തെരഞ്ഞെടുപ്പിന്റെ ഒരു തനിയാവർത്തനമായിട്ടാണ് വന്നത്. അന്നും UDFന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരും മറുവശത്ത് BJPക്ക് കേരളത്തിൽ നൽകാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ശ്രീ O രാജഗോപാൽ ആയിരുന്നു. അന്ന് ഇതുപോലെ തന്നെ നെക്ക് ടു നെക്ക് എന്ന് പറയാവുന്ന മത്സരം തന്നെയായിരുന്നു. ആ നെക്ക് ടു നെക്ക് മത്സരത്തിൽ വളരെ കൃത്യമായി ശശി തരൂർ ജയിച്ച ഒരു പാറ്റേൺ ഉണ്ട്. അതിന്റെ തനിയാവർത്തനം ഇത്തവണ നമ്മൾ കണ്ടു. രാജീവ് ചന്ദ്രശേഖർ വലിയ ബഹളവുമായിട്ടാണ് വന്നത്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്, ഇനിയും കേന്ദ്രമന്ത്രിയാണ്, കാര്യങ്ങൾ നടത്താൻ പറ്റിയ ആളാണ്, ഇനി ഞാൻ നടത്തും, നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യാം, പക്ഷെ ഇനി MP ആയിട്ട് ഓടണ്ട. ഏതായാലും അദ്ദേഹത്തിന് വലിയ പരിവാരങ്ങളുണ്ട്, മാധ്യമ പിന്തുണയുണ്ട്. ഇന്ത്യ മുഴുവൻ വലിയ പ്രചരണമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ജയിക്കും, തൃശ്ശൂരും തിരുവനന്തപുരവും പിന്നെ 2 എണ്ണവും കൂടിയൊക്കെ ജയിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. മാധ്യമങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് നന്നായിട്ടുണ്ടായിരുന്നു. പണത്തിന് ഒരു കുറവുമില്ല, പ്രവർത്തകരും ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ തട്ടകം വളരെ പരിമിതമാണ്. തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങൾ അദ്ദേഹത്തിന് തീർച്ചയായും മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, ഈ 4 മണ്ഡലങ്ങളിൽ BJPക്ക് നല്ല വോട്ടുമുണ്ട്. പക്ഷെ വേറെ 3 മണ്ഡലങ്ങൾ കൂടി അവിടെ ഉണ്ട്. അത് കോവളം, നെയ്യാറ്റിൻകര, പാറശാല. കോവളം, നെയ്യാറ്റിൻകര, പാറശാല 3 മണ്ഡലങ്ങളാണ് അന്നും ശശി തരൂരിനെ വിജയിപ്പിച്ചത്. 2019 ശശി തരൂരിന്റെ ഭൂരിപക്ഷം ലക്ഷത്തിലേക്ക് അടുപ്പിച്ചത് ഈ 3 മണ്ഡലങ്ങളാണ്. ഇത്തവണയും സംഭവിച്ചത് മറ്റൊന്നല്ല. പക്ഷെ ഇത്തവണ ഉണ്ടായ ചെറിയൊരു വ്യത്യാസം പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ നിർണായകമായ കടന്നുവരവാണ്. പന്ന്യൻ ഏറെ സ്വീകാര്യനായ നല്ല ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് അല്പം പ്രായ കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ പോലും പന്ന്യൻ ആവേശം ജനിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. മിതഭാഷിയാണ്, ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ഇതിനു മുമ്പ് പന്ന്യൻ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളതാണ്, ആളുകളുമായി നല്ല ബന്ധമുള്ളതാണ്. ആ ഒരു ഒറ്റ കടന്നുവരവ് തീർച്ചയായും ശശി തരൂരിന് ഒരു വെല്ലുവിളിയായി എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി വളരെ വീക്കായിരുന്നു മിക്കപ്പോഴും. LDF സ്ഥാനാർത്ഥി വീക്കാകുമ്പോൾ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നവർ UDFന് വോട്ട് ചെയ്യും. ഇത്തവണ പല സ്ഥലത്തും പന്ന്യനും നന്നായി വോട്ട് പിടിച്ചു എന്ന് കാണുന്നു. അങ്ങനെ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ട് കഴിഞ്ഞ തവണ ശശി തരൂരിന് കിട്ടിയ വോട്ടാണ്. ഇത്തവണ അത് കിട്ടിയില്ല. അതുകൊണ്ടാണ് ശശി തരൂർ അക്ഷരാർത്ഥത്തിൽ കിതച്ചത്. നമുക്കറിയാം 23,000 25,000 വോട്ടിന്റെ വരെ ലീഡ് ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരനുണ്ടായി. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും തിരുവനന്തപുരം മണ്ഡലത്തെ കുറിച്ച് അറിയാവുന്ന നമ്മൾ അന്വേഷിച്ചത് ഇനി വോട്ടെണ്ണാനുള്ളത് എവിടെയാണ് എന്നാണ്. അത് അന്വേഷിച്ചപ്പോൾ വളരെ കൃത്യമായും അത് തീരദേശ വോട്ടുകളാണ് പ്രധാനമായി വരാനുള്ളത് എന്ന് നമ്മൾ കണ്ടു. അത് കണ്ടതോടുകൂടി ആശ്വാസമായി. ആ ആശ്വാസം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് വന്ന ഫലം. 15,000 വോട്ടിന്, ഞാൻ 2016 15,000 16,000 വോട്ടിനാണ് ജയിച്ചതെങ്കിൽ ഏതാണ്ട് അതേ വോട്ടിന് ശശി തരൂർ തിരുവനന്തപുരത്തിന്റെ MP ആയി മാറിയിരിക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങളോടും കൂടി വന്ന രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിന് ഇനി രാജ്യസഭാ മെമ്പറായിട്ട് ആവാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. ഏതായാലും MP ആയിക്കൊണ്ട്, തിരുവനന്തപുരത്തിന്റെ MP ആയിക്കൊണ്ട് മന്ത്രിയാവാൻ പറ്റില്ല. കാര്യങ്ങൾ നടത്തും ഞാൻ എന്ന് പറയാൻ ഇനി പറ്റില്ല. അങ്ങനെ നടത്തണമെങ്കിൽ സ്വന്തമായി നടത്താം എന്ന് മാത്രമേ